അല്ലെങ്കിലും ഒരു ആവശ്യത്തിനെടുത്താൽ ഇങ്ങനെ ആകെ കെട്ടിക്കുടുങ്ങി കെട്ടിക്കൂടി അവസാനം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അതിസാഹസികമായിട്ട് ഇത് അഴിച്ചെടുക്കുമ്പോഴേക്ക് പിന്നീട് എന്താ ആ പാട്ട് കേൾക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി കിട്ടും. ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? യെസ്, തീർച്ചയായിട്ടും വീഡിയോ കാണാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഒരു സിമ്പിൾ DIY ട്രിക്ക് ആയിരുന്നു. അതായത് നമ്മളെ USB കേബിൾ അതേപോലെ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ കേബിൾ ബ്രോക്കൺ ആകുമ്പോൾ, അതായത് പൊട്ടിപ്പോയാൽ അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ്. അപ്പോൾ കാണാത്തവർക്ക് എന്ത് ചെയ്യാം, ഞാൻ ലിങ്ക് നമ്മളെ റൈറ്റ് കോർണറിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് വാച്ച് ചെയ്യാം. ആ വീഡിയോ ചെയ്തപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇതിങ്ങനെ പൊട്ടിപ്പോകാൻ എന്തായിരിക്കും കാരണം എന്ന്. അപ്പോൾ ആ കാരണം തേടിപ്പോയപ്പോഴാണ് നമുക്ക് അടുത്ത കണ്ടന്റ് കിട്ടിയത്. സോ കണ്ടന്റ് കിട്ടി നേരെ ട്രൈപോഡ് എടുക്കുക, ക്യാമറ എടുക്കുക, നേരെ ഹെഡ്സെറ്റ് എടുത്തിട്ട് നേരെ വീഡിയോയിലേക്ക്. യെസ്, നമ്മൾ ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പോയിട്ട് എന്താ ഹെഡ്സെറ്റ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ ആകെ ഇങ്ങനെ കെട്ടിക്കുടിയേണ്ട അവസ്ഥ അതായത് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ അവസ്ഥ ഏകദേശം അതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അതിസാഹസികമായിട്ട് എത്ര ടൈം എടുത്താണെങ്കിൽ അത് ഊരിയെടുക്കുക. നമ്മൾ ഈ ട്രിക്ക് ചെയ്യണമെങ്കിൽ എന്താ ഊരിയെടുത്തിട്ട് ഇങ്ങനെ എന്താ ചെയ്യുക, ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതായത് അതിൻ്റെ ഹെഡും പിന്നെ അതിൻ്റെ ജാക്കും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഹോൾഡ് ചെയ്തതിൻ്റെ ശേഷം എന്താ വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ടഫ്നെസ് ഉണ്ടാവും. അപ്പോൾ എന്താ ഈ സംഭവം ഈസിയാണ്, ഞാൻ ഒന്നുകൂടി റീവൈൻഡൊക്കെ അടിച്ചിട്ട് കാണിച്ചതാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ അതായത് നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതായത് താഴെ കാണുന്ന വെല്ലിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുക, നമ്മളെ ഹെഡ് മാത്രം ഇട്ടിട്ട് മുകളിലത്തെ അതായത് ചൂണ്ട് വെല്ലിലൂടെ വയർ ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റത്തെ മൂന്ന് വെല്ലിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുക, അതിങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുക. അതായത് ഇങ്ങനെ വൗണ്ട് ചെയ്ത് വരുമ്പോൾ അവസാനം നമ്മളെ ജാക്കിൻ്റെ സൈഡ് വരും. അപ്പോൾ ജാക്കിൻ്റെ സൈഡ് വരുമ്പോൾ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട്, അതായത് ജാക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് ഭാഗം എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് ഇങ്ങനെ വിടുക. എന്നിട്ട് ആ ഒഴിവാക്കി വിട്ട ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ചെറിയ വിരൽ, അതായത് നമ്മൾ ഹെഡ് ഹുക്ക് ചെയ്ത ആ വിരലിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അപ്പോൾ ഉള്ളിലൂടെ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരിക്കും അത് ഉള്ളിലൂടെ എടുത്തത് അല്ലേ. അപ്പോൾ ഉള്ളിലൂടെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലൂടെ എടുത്തിട്ടൊന്ന് ടൈറ്റ് ആക്കുക കേട്ടോ. മൊത്തത്തിലൊന്ന് ടോട്ടലി ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കുമ്പോൾ 2 റൗണ്ടോ 3 റൗണ്ടോ ഒക്കെ നമുക്ക് എന്താ ചുറ്റിയെടുക്കുന്നത് ഏറ്റവും നന്നാവും. കാരണം അത് കറക്റ്റ് ഫിക്സ് ആയിരിക്കാൻ ടൈറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യാം, സിമ്പിളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതായത് ഞാനിപ്പോൾ 2 റൗണ്ട് ചെയ്യുന്നുണ്ട്. 2 റൗണ്ട് അല്ല, ഒറ്റ റൗണ്ട് ചെയ്യുള്ളൂ. അതിൻ്റെ ശേഷം എന്താ ഊരെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ടൈറ്റ് ആക്കുമ്പോൾ ഒക്കെപ്പാടെ കൈമ കുടുങ്ങിയിട്ട് പിന്നെ വേറൊരു സാധനം വെച്ച് കട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഊരെടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ജാക്കിൻ്റെ അവിടെ എക്സ്ട്രാ വിട്ട ഭാഗം ഉണ്ടാവും. ആ വിട്ട ഭാഗം നമ്മൾ ചൂണ്ടുവിരലിൻ്റെ ഉള്ളിലൂടെ, നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ചൂണ്ടുവിരലിൻ്റെ ഉള്ളിലൂടെ വിരലിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വിടുക. അതായത് എക്സ്ട്രാ നമ്മൾ ഒഴിവാക്കി വിട്ടാൽ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ എടുത്തപ്പോൾ തന്നെ ഏകദേശം ഐഡിയകൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ആ ജാക്കും നമ്മളെ ഹെഡും കൂടി ഒന്ന് വലിച്ചെടുത്താൽ പണി കഴിഞ്ഞ്, സിമ്പിളാണ്. അപ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യുക, അവിടെ ടൈറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോക്കറ്റിലൊക്കെ എന്ത് ചെയ്യുക, കിട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വളരെ സിമ്പിളാണ്. രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ അതായത് പെട്ടെന്ന് എടുക്കണമെങ്കിലും സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് ട്രിക്ക് ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം. അത് സ്ലോ ആയിട്ടൊന്നുകൂടി കണ്ടുനോക്കിയാലോ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ടഫ് ഉണ്ടാവും, അതായത് കുറച്ച് ഹാർഡായിട്ട് തോന്നാം. പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ ഈസിയാണ്. നമ്മളെ ജാക്കിൻ്റെ ഭാഗം മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുക്കുക. അതായത് ഒന്ന് കുടഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക, നമ്മളെങ്ങനെയാണോ അത് വെച്ചത് അതേ ഒരു അവസ്ഥയിലേക്ക് എന്താ ടാങ്ക് ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളപ്പോൾ ഡെയിലി എന്താ ചെയ്യുക, നമ്മൾ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്ത് ആകെ കെട്ടിക്കൂട്ടിയ ഒരു അവസ്ഥ നമുക്ക് എന്താ ഒഴിവാക്കാം, വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാം. സോ ഫർദർ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ബിഹൈൻഡ് ദി സീൻ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.